ഫെഡറേറ്റ് മലയാളം നെറ്റ്വർക്ക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം പങ്കുചേരുന്നത് ബാംഗ്ലൂരിലെ എന്നല്ല കേരളത്തിലെ തന്നെ സാഹിത്യ സാംസ്കാരിക രംഗത്ത് സ്വന്തം നിലപാടുകൾ കൊണ്ടും എഴുത്തുകൊണ്ടും ശ്രദ്ധേയനായ ശ്രീ വി ആർ ഹർഷൻ ആണ്. അദ്ദേഹത്തിന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം. എൻ്റെ ജന്മസ്ഥലം വലപ്പാടാണ്. പഠനശേഷം ഞാൻ ബോംബെയിലേക്ക് പോവുകയാണ്, ഉദ്യോഗാർത്ഥം ബോംബെയിലേക്ക് പോവുകയാണ്. കേരളം വിട്ട് മറുനാട്ടിൽ ഉദ്യോഗം തേടി പോവുകയും നേവിയിൽ ഉദ്യോഗസ്ഥനാവുകയും ചെയ്തു. അക്കാലത്തെപ്പറ്റി ഉള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാമോ? ബോംബെയിൽ ചെന്ന ശേഷം ഞാൻ 16-ാം വയസ്സിൽ ഇന്ത്യൻ നാവികസേനയിൽ ജോയിൻ ചെയ്യുകയും തുടർന്ന് ട്രെയിനിങ്ങിനായി വിശാഖപട്ടണത്തേക്ക് പോവുകയും ചെയ്തു. അവിടുത്തെ പ്രിലിമിനറി ട്രെയിനിങ്ങിന് ശേഷം കൊച്ചിൻ സിഗ്നൽ സ്കൂളിലേക്ക് INS വെണ്ടൂരിലത്തേക്ക് സിഗ്നൽ ട്രെയിനിങ്ങിനായിട്ട് ഞങ്ങളെ അയക്കുകയുണ്ടായി. അതിനുശേഷം അവിടെ ട്രെയിനിങ്ങിന് ശേഷം ഞങ്ങൾ സിഗ്നൽ കമ്മ്യൂണിക്കേഷനിൽ വിവിധ തരത്തിലുള്ള പഠനം ഞങ്ങൾക്ക് ലഭിക്കുകയും അതിനുശേഷം ഞങ്ങൾ ഷിപ്പിലേക്കും തുടർന്ന് കരയിലേക്കുമായി 12 വർഷത്തോളം ഇന്ത്യൻ നാവികസേനയിൽ ഞാൻ ജോലി ചെയ്യുകയുണ്ടായി. ഇന്ത്യൻ നാവികസേനയിൽ ജോലി ചെയ്തിരുന്നപ്പോഴാണ് പെനാങ്ക്, സിംഗപ്പൂർ, ലക്ഷദ്വീപ് തുടങ്ങിയ രാജ്യങ്ങളിൽ എനിക്ക് പോകാൻ അവസരമുണ്ടായി. ശ്രീലങ്കയിലും എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്ന് മിഹിർസൻ എന്ന ഒരു നീന്തൽ താരം തലമണ്ണാർ തൊട്ട് രാമേശ്വരം വരെ നീന്തിയതിന് INS ശാരദ എന്ന കപ്പലിൽ ഞങ്ങൾ അദ്ദേഹത്തിനെ ഒരു എസ്കോർട്ടായിട്ട് വന്ന സംഭവം ഇന്ന് ഓർമ്മിക്കുന്നുണ്ട്. മിഹിർസൻ ഇംഗ്ലീഷ് ചാനൽ നീന്തി കടന്ന ഒരു പ്രശസ്തനായിട്ടുള്ള നീന്തൽക്കാരനായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള അവസരങ്ങളും ഇന്ത്യൻ നാവികസേനയിലുണ്ടായി ജോലി ചെയ്യാനുണ്ടായി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് ജീവിതത്തിലെ ഒരു വലിയ ഒരു നേട്ടമായി കരുതുന്നു. അതായത് ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും ഒരു അച്ചടക്കബോധം ഉണ്ടായത് ഇന്ത്യൻ നാവികസേനയിൽ ചേർന്നതിന് ശേഷമാണ്. ആ ഘട്ടത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇന്ത്യയിലെ ഓരോ പൗരനും വിദ്യാഭ്യാസത്തോടൊപ്പം കോളേജ് പഠനത്തോടൊപ്പം NCCയിലോ മറ്റോ ചേർന്ന് സൈനിക പരിശീലനം നല്ലത് നമ്മുടെ അച്ചടക്കബോധത്തെ വളർത്താനായിട്ട് ഉപകരിക്കുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ ചിലയിടത്ത് ഇതുപോലെ ജോലിക്ക് മുമ്പായിട്ട് അവിടെ സൈനിക സേവനം 2 കൊല്ലം നിർബന്ധം ആക്കിയതായിട്ട് അറിയുന്നു. ഇത്രയൊക്കെയാണ് എനിക്ക് നേവൽ ലൈഫിനെ കുറിച്ച് പറയാനുള്ളത്. കൊച്ചിൻ സിഗ്നൽ സ്കൂളിൽ നിന്ന് ട്രെയിനിങ്ങിന് ശേഷം എനിക്ക് പോസ്റ്റിങ് കിട്ടിയത് INS രഞ്ജിത്ത് എന്ന ഒരു പടക്കപ്പലിലേക്കായിരുന്നു. അത് ഒരു ഡിസ്ട്രോയർ പടക്കപ്പലായിരുന്നു, പീരങ്കികളും മറ്റും ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് സിഗ്നൽ ഓഫീസ് കപ്പലിൻ്റെ മുകളിലായിരുന്നു. അവിടെ നിന്ന് വാർത്താവിനിമയം നടത്തുകയായിരുന്നു ഞങ്ങളുടെ ഉദ്യോഗം. അത് വയർലെസ് വഴിയും കൊടിയും റേഡിയോ ടെലിഫോൺ വഴിയും ലൈറ്റ് വഴിയും ഞങ്ങൾ മറ്റ് പടക്കപ്പലുകളുമായിട്ട് സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ടിരുന്നു. ഷിപ്പിൽ പോയപ്പോൾ ഉണ്ടായ ഒരു പ്രത്യേക അനുഭവം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കടൽ ചുരക്കുണ്ടായിരുന്നു. കടലിൻ്റെ ഓളങ്ങളിൽപ്പെട്ട് കപ്പൽ ഉലയുമ്പോൾ ഉണ്ടാകുന്ന ആ ചാഞ്ചാട്ടത്തിൽ എനിക്ക് കടൽ ചുരക്ക് അനുഭവപ്പെട്ടിരുന്നു. അപ്പോൾ
നമുക്ക് ഛർദി വരികയും തലവേദന ഉണ്ടാകും, ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്യുകയുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ അവശനായി കിടന്നാലും അതിന് ഡ്യൂട്ടിക്ക് യാതൊരു വിധത്തിലുള്ള എക്സ്ക്യൂസുമില്ല. പിന്നെ കടൽ ചുരക്കിന് ഇന്നേ വരെ എന്തെങ്കിലും ഔഷധം ഉണ്ട് എന്ന് അറിയുന്നില്ല. ഞങ്ങൾക്കും അന്ന് എന്തോ തലവേദനയ്ക്കും മറ്റോ ഞങ്ങളുടെ സിഗ്ബയിൽ നിന്ന്, മെഡിക്കൽ ക്ലിനിക്കിൽ നിന്ന് ടാബ്ലറ്റ് തരികയുണ്ടായിട്ട് അതൊന്നും അതിന് ശാന്തി നൽകിയിരുന്നില്ല. ഭക്ഷണം കഴിക്കാതെ ചില ദിവസങ്ങൾ കടലിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്. 4-5 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ തുറമുഖത്ത് എത്തുന്നത്. തുറമുഖത്ത് എത്തിക്കഴിഞ്ഞാൽ എല്ലാം നോർമലാകുന്നു. കടൽ യാത്രകളിൽ നമ്മുടെ മലയാളി കുക്കുമാർ തന്നിരുന്ന രസം ഞങ്ങൾക്ക് കുടിക്കാനായിരുന്നു. രസം ഛർദിയെ തടഞ്ഞു നിർത്തുകയുണ്ടായിരുന്നു. അങ്ങനെയാണ് കടലിലെ പല ഷിപ്പുകളിലും ജോലി ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവം. INS വിക്രാന്ത് എന്ന കപ്പലിൽ വൻപൻ കപ്പലിൽ ജോലി ചെയ്തപ്പോഴും എനിക്ക് ഈ കടൽ ചെരുപ്പ് അനുഭവപ്പെടുകയുണ്ടായിരുന്നു. പല തുറമുഖങ്ങളിലും പോയി നങ്കൂരമിട്ടതിന് ശേഷം കരയ്ക്ക് വരുമ്പോഴാണ് ഞങ്ങൾ വാസ്തവത്തിൽ പുറത്തു പോയിട്ട് ആഹാരം കഴിച്ചത്. കാരണം കപ്പലിലെ ആഹാരത്തിന് ആ സ്റ്റോർക്ക് ഒരു രുചിയും അനുഭവപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് ഹാർബറിൽ ഷിപ്പ് അടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഉടൻ തന്നെ അവിടുന്ന് ഔട്ട് പാസിൽ പുറത്തു പോയി ഹോട്ടലുകളിൽ പോയി. ബോംബെയിലായാലും കൽക്കത്തയിലായാലും കൊച്ചിയിലായാലും ഞങ്ങൾ ആദ്യം പോയിരുന്നത് ഭക്ഷണശാല അന്വേഷിച്ചാണ്. അവിടെ പോയി സുഖമായിട്ട് ആഹാരം കഴിക്കുമ്പോഴാണ് ശരിയായിട്ട് നമ്മുടെ നാടൻ രുചിയുള്ള ഭക്ഷണങ്ങളുടെ രുചി നമുക്ക് അറിയാൻ കഴിഞ്ഞിരുന്നത്. അത് ആ കപ്പലിൽ മാറിയുള്ള ട്രാൻസ്ഫർ ഞങ്ങൾക്ക് ഒരു വലിയ വിവിധ തരത്തിലുള്ള അനുഭവങ്ങൾ കാഴ്ചവെച്ചിരുന്നു. ഇതിനെക്കുറിച്ച് പറയാൻ കഴിഞ്ഞു. ഒരനുഭവം കൂടി പറയാം. എന്തുകൊണ്ട് നാവിക ജീവിതം തുടർന്നില്ല എന്ന് പലരും അത്ഭുതപ്പെട്ടേക്കാം. കാരണം അവിടെ ആഹാരം കിട്ടുന്നു, താമസ സൗകര്യമുണ്ട്, ഭക്ഷണമുണ്ട്, ശമ്പളമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ നീട്ടിയെടുത്തില്ല? ജോലി കിട്ടാൻ വിഷമമുള്ള ഈ കാലഘട്ടത്തിൽ ഞാൻ 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, കടൽ ചുരക്കായിരുന്നു. കടൽ ചുരക്ക് എന്ന് പറഞ്ഞാൽ 2 കൊല്ലം കടലിലാണെങ്കിൽ 2 കൊല്ലം കരയ്ക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. നേരെ മറിച്ച് ആർമിയിൽ അതില്ല, അവരൊന്നും കരയ്ക്കാണ്. അതുകൊണ്ട് അവർക്ക് ഭക്ഷണ സൗഖ്യമുണ്ടെന്ന് പറയും. നേവിയിൽ അതല്ല. കടലിൽ പോയാൽ കടൽ ചുരുക്കം മൂലം ഭക്ഷണം കഴിക്കാത്ത അവസ്ഥയാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു കാരണം കടൽ ചുരക്ക് മൂലമാണ്. ആരോഗ്യം വളരെ ക്ഷയിക്കും. പിന്നീട് കരയിൽ വരുമ്പോഴാണ് ശരിക്കും ഭക്ഷണം കഴിക്കാനും നമുക്ക് പുറം ലോകമായിട്ടുള്ള ഇടപെടലുകളിൽ സാഹചര്യം ഉള്ളത്. മറ്റൊരു കാരണം പറഞ്ഞാൽ മേലുദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം കൂടിൻ്റെ നോവുകൂടി അനുഭവിച്ചപ്പോഴാണ് ഞാൻ തുടരണ്ട എന്ന് വിചാരിച്ചിട്ട് എൻ്റെ സർവീസ് പീരീഡ് 10 കൊല്ലം ആക്ച്വൽ സർവീസ്, 10 കൊല്ലം റിസർവ് സർവീസ് കഴിഞ്ഞപ്പോൾ നേവിയിൽ നിന്ന് ഞാൻ പുറത്തു വന്നത്. പല രാജ്യങ്ങളും കാണാൻ നേവിയിൽ പോയതുകൊണ്ടാണ് എനിക്ക് അവസരമുണ്ടായത്. ആ പ്രദേശങ്ങളിലൊക്കെ ആളുകളുടെ സംസ്കാരം, ഭാഷ ഇതൊക്കെ അറിയാനൊക്കെ ഉള്ള ഒരു വിജ്ഞാനകരമായിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയായിരുന്നു അതെന്ന് വിശേഷിപ്പിക്കാം. താങ്കൾ എഴുത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്താണ്? നാട്ടിൽ വെച്ച് പഠിക്കുന്ന കാലത്ത് ഞാൻ ചുറ്റുപാടുമുള്ള ലൈബ്രറികളിൽ പോയി ധാരാളം പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. അച്ഛനറിയാതായിരുന്നു വായന. അച്ഛൻ ഒരു അധ്യാപകനായിരുന്നു. വളരെ ഗൗരവപ്രകൃതമായിരുന്നു. അച്ഛനൊരിക്കലും ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ആ വായനയുടെ അന്ന് വായിച്ചിരുന്ന ചങ്ങമ്പുഴയുടെയും പിന്നെ വള്ളത്തോളിൻ്റെയും ആശാൻ്റെയും ഉള്ളൂരിൻ്റെയും ഒക്കെ കൃതികളായിരുന്നു വായിച്ചിരുന്നത്. തകഴിയുടെ ഉണ്ടായിരുന്നു. അതെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എഴുതണം എന്നുള്ളൊരു ആഗ്രഹം പറ്റും എന്നുള്ളത് ആഗ്രഹം തോന്നി. ഞാൻ അടുത്തുള്ള ചില കയ്യെഴുത്ത് മാസികകളിലൊക്കെ ചെറുകഥകളും പിന്നെ SLC പഠിക്കുമ്പോൾ ഒരു കവിത മത്സരത്തിൽ ഞാൻ പങ്കെടുത്ത സമ്മാനം ലഭിച്ചിട്ടുണ്ട്. കവിതയുടെ പേര് കർഷകൻ എന്നായിരുന്നു. ഒരു 8 വരി കവിതയായിരുന്നു എഴുതേണ്ടിയിരുന്നത്. അതെഴുതി അതിന് സമ്മാനം കിട്ടി. അതിനുശേഷം ഞാൻ
ഇന്ത്യൻ നാവികസേനയിൽ ചേർന്ന് ബോംബെയിൽ പോയ ശേഷം ചേർന്ന വായന കാര്യമായിട്ടുണ്ടായിരുന്നില്ല. കാരണം പടക്കപ്പലുകളിലോ അല്ലെങ്കിൽ ബേസിലോ മലയാള പുസ്തകങ്ങൾ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭാഷയുമായിട്ടുള്ള അടുപ്പം ഒരു 12 വർഷത്തോളം ഇല്ലാതിരുന്നു എന്നുള്ളത് സത്യമാണ്. എന്നിട്ടും എനിക്ക് മലയാളം ഇത്രയെങ്കിലും സംസാരിക്കാനായിട്ട് കഴിയുന്നുണ്ടല്ലോ എന്നുള്ളത് വലിയൊരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു. ബോംബെയിൽ ചെന്ന ശേഷം ആണ് 1983 പെണ്ണുകൊള്ളാം പക്ഷേ എന്ന എൻ്റെ ഹാസ്യ സമാഹാരം സാഹിത്യ സഹകരണ പ്രവർത്തക സംഘത്തിലൂടെ ഇറങ്ങിയത്. വീണ്ടും ഒരു ഹാസ്യരചന പെണ്ണുകൊള്ളാം പക്ഷേ എന്ന പുസ്തകം ഞാൻ 2-3 കൊല്ലത്തിന് ശേഷം അവിടെ നിന്ന് പ്രസിദ്ധീകരിച്ചു. അതിലെല്ലാം ജീവിത അനുഭവങ്ങളും നാട്ടിലെ ചില സംഭവങ്ങളും മുഴച്ചു നിന്നിരുന്നു. ഹാസ്യത്തോട് ആഭിമുഖ്യം ഉണ്ടാകുക എന്ന് പറഞ്ഞത് കുഞ്ചൻ നമ്പ്യാരുടെയും സഞ്ജയൻ്റെയും പിന്നെ വേളൂർ കൃഷ്ണക്കുട്ടിയുടെയും സുകുമാറിൻ്റെയും ഒക്കെ പുസ്തകങ്ങൾ ഞാൻ ധാരാളം വായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹാസ്യം എഴുതാം എന്ന് തോന്നി. അങ്ങനെ 2 പുസ്തകം ഞാൻ സാഹിത്യ സഹകരണ പ്രവർത്തക സംഘത്തിലൂടെ ഞാൻ ഇറക്കി. അപ്പോൾ സാധാരണഗതിയിൽ ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ ഈ പ്രസിദ്ധീകരണക്കാർ നമ്മുടെ പുസ്തകം ഇറക്കുള്ളൂ. പക്ഷേ എനിക്ക് അതൊന്നും ഉണ്ടായില്ല. ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു, അവർ നോക്കി, അവർ വിതരണത്തിനെടുത്തു. അങ്ങനെയാണ് ആദ്യം ഒരു തുടക്കം വന്നത്. പിന്നീട് എഴുതിയത് നാടകങ്ങളാണ്. അപ്പോൾ ബോംബെ ജീവിതത്തിൽ ധാരാളം നാടകങ്ങൾ കാണാൻ എനിക്ക് അവസരം ഉണ്ടായിരുന്നു. NN പിള്ളയുടെ നാടകം, കലാനിലയം കൃഷ്ണൻ നായരുടെ നാടകം, പിന്നെ കാഞ്ചന സീത പോലുള്ള ലക്ഷണമൊത്ത നാടകങ്ങൾ കാണാനായിട്ട് എനിക്ക് അവസരമുണ്ടായപ്പോൾ നാടകം എന്തുകൊണ്ട് എഴുതിക്കൂടാ എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് സന്ധ്യ എന്ന നാടകം ഞാൻ ബോംബെയിൽ വെച്ച് എഴുതി പ്രസിദ്ധീകരിക്കുന്നത്. അത് ഒരു കുടുംബ പശ്ചാത്തലത്തിലുള്ള ഒരു കഥയായിരുന്നു. ധാരാളം ലൈബ്രറികളിൽ എത്തുകയും വായിക്കപ്പെടുകയും ചെയ്ത ഒരു നാടകമായിരുന്നു അത്. ബോംബെയിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ 4 പുസ്തകങ്ങൾ എഴുതി തീർത്തത്. അതിനുശേഷം ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് ട്രാൻസ്ഫറായി 1995 വരുമ്പോൾ, ഇവിടെ ഞാൻ വരുമ്പോൾ ഇന്ന് അറിയപ്പെടുന്ന പലരും പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർക്കൊക്കെ ഞാനിവിടെ 4 പുസ്തകം എഴുതി ഞാനിവിടെ വന്നപ്പോൾ അതല്പം കണ്ണുകടിയായില്ലേ എന്നൊരു ശങ്ക എനിക്കുണ്ടായിട്ടുണ്ട്. അവരുടെ സംസാരങ്ങളിലും ആ അവഗണന ഉണ്ടായിരുന്നു. അതൊന്നും എനിക്ക് കാര്യമായിരുന്നില്ല. തുടർന്ന് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് 18ഓളം പുസ്തകങ്ങൾ എൻ്റെ ഒരു സ്കോറായിട്ട് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്നത്. അക്കൂട്ടത്തിലാണ് സ്ട്രേഞ്ച് റിയാലിറ്റീസ് എന്ന ഒരു ഇംഗ്ലീഷ് സമാഹാരം എനിക്ക് ഇറക്കാൻ കഴിഞ്ഞു പ്രഭാതിലൂടെ തന്നെ. അത് ഹെറാൾഡിലും ഇന്ത്യൻ എക്സ്പ്രസ്സിലും എഴുതിയ പ്രതിഫലം ലഭിച്ച രചനയായിരുന്നു. അതെല്ലാം ചേർത്താണ് സ്ട്രേഞ്ച് റിയാലിറ്റീസ് എഴുതി. അതിൻ്റെ അവതാരിക എഴുതി തന്നത് മനോഹരമായ അവതാരിക ആയിരുന്നു. അത് ജോസഫ് എന്ന കവാൽ ജോസഫ് എന്ന ഒരു വ്യക്തിയായിരുന്നു അതിൻ്റെ. അദ്ദേഹം ഇൻ്റർനാഷണൽ കഥാലോക എന്ന മാസികയുടെ പത്രാധിപരായിരുന്നു. അദ്ദേഹം എനിക്ക് ഒരു നല്ല അവതാരിക എഴുതി തരികയുണ്ടായിരുന്നു. പ്രഭാതാണ് അത് പ്രസിദ്ധീകരിച്ചത്. അതിൻ്റെ കോപ്പികൾ പല ലൈബ്രറികളിലും എത്തിച്ചു കൊടുക്കുകയും ഉണ്ടായി. ഈ സാറിൻ്റെ ഈ നാവിക ജീവിതം പശ്ചാത്തലമാക്കിയുള്ള രചനകളുണ്ടല്ലോ, അതിനെപ്പറ്റി പറയാമോ? നാവിക ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ എഴുതിയ നോവലാണ് ആത്മാവിൻ്റെ തേങ്ങലുകൾ. വാസ്തവത്തിൽ വിനയൻ എന്ന എഴുത്തുകാരൻ്റെ തീയുണ്ടകൾക്കും തിരമാലകൾക്കും ഇടയിൽ എന്ന പുസ്തകത്തിന് ശേഷം ഞാൻ എഴുതിയ ഈ ആത്മാവിൻ്റെ തേങ്ങലുകളാണ് നാവിക സ്റ്റോറിയായിട്ട് പുറത്തു വന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. വിനയനെ ഞാൻ പരിചയപ്പെടുന്നത് കോഴിക്കോട്, ഞാൻ നേവി സർവീസിനിടയിൽ ഞാൻ കോഴിക്കോട് NCCയിൽ അധ്യാപകനായി ജോലി ചെയ്യുമ്പോഴാണ്
വിനയനെ ഞാൻ പരിചയപ്പെടുന്നത്. അന്ന് എനിക്ക് സിഗ്നൽ ഇൻസ്ട്രക്ടറായിട്ട് പല കോളേജുകളിലും, ഹൈസ്കൂളിൽ ഗുരുവായൂരപ്പൻ കോളേജ്, നിർമ്മലഗിരി കോളേജ്, ഇങ്ങനെയുള്ള സ്കൂളുകളിലും, തലശ്ശേരി സെൻറ്റ് ജോസഫ് കോളേജ്, നീലേശ്വരത്തെ മറ്റൊരു ഹൈസ്കൂൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ അന്ന് എനിക്ക് ക്ലാസ് എടുക്കാനായിട്ട് പോകാൻ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സന്ദർഭത്തിലാണ് ഞാൻ വിനയൻ എന്ന എഴുത്തുകാരനെ പരിചയപ്പെടുന്നത്. അദ്ദേഹം അന്ന് ഓൾ ഇന്ത്യ റേഡിയോ കോഴിക്കോട് പ്രോഗ്രാം എക്സിക്യൂട്ടീവായി മറ്റോ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ രചനകൾ തീയുണ്ടകൾക്കും തിരമാലകൾക്കും ഇടയിലെന്ന രചന ഞാൻ വായിക്കുകയുണ്ടായിട്ട് മാതൃഭൂമിയിൽ സീരിയലൈസ് ചെയ്തു വന്ന ഒരു രചനയായിരുന്നു അത്. അപ്പോൾ അതിന് ശേഷം മറ്റാരും അങ്ങനെ കടലിനെ കുറിച്ചോ നാവിക ജീവിതത്തെക്കുറിച്ചോ എഴുതിയേ എനിക്കറിയില്ല. അങ്ങനെ ആ സർവീസ് വിട്ടതിന് ശേഷമാണ് ഞാൻ നാവിക ജീവിതത്തിൽ ഒരു നാവികൻ്റെ ആത്മസംഘത്തെക്കുറിച്ചുള്ള ഒരു നോവൽ എഴുതുകയുണ്ടായത്. അത് പ്രസിദ്ധീകരിച്ചതും സാഹിത്യ സഹകരണ പ്രവർത്തക സംഘം തന്നെയാണ്. നോവലിൻ്റെ പേരാണ് ആത്മാവിൻ്റെ തേങ്ങലുകൾ. വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു നോവലായിരുന്നു. പക്ഷേ അതിന് വേണ്ടത്ര പബ്ലിസിറ്റി കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. അതിൽ നാവിക ജീവിതത്തെക്കുറിച്ച്, കടൽച്ചടക്കെക്കുറിച്ച്, ഉത്തരേന്ത്യക്കാർക്ക് ദക്ഷിണേന്ത്യക്കാരോടുള്ള വിവേചന ബുദ്ധി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. വളരെ കാര്യങ്ങൾ നേവിയെക്കുറിച്ച് അറിയാനുള്ള വിജ്ഞാനകരമായ കാര്യങ്ങൾ ആ നാവിക ജീവിതത്തെക്കുറിച്ച് എഴുതിയ നോവലിൽ ഉണ്ട്. മലയാളത്തിൽ വേറെ അതിന് ശേഷവും ഇറങ്ങിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നാവിക ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് ബോംബെയിൽ ഞാൻ ഇരിക്കുന്ന സമയത്താണ് എയർ ഇന്ത്യയിൽ ജോലിക്കുള്ള ഒഴിവുണ്ടെന്നുള്ള ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വരുന്നതും ഞാൻ അപേക്ഷിക്കുന്നതും. അന്ന് എയർ ഇന്ത്യയിൽ ജോലി ലഭിക്കണമെങ്കിൽ മറ്റുള്ളിടത്തുള്ളതുപോലെ തന്നെ അല്പം പിടിപാടുകളൊക്കെ വേണം, എന്ത് അർഹതയുണ്ടെങ്കിലും എന്നുള്ള അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ മണ്ണിൻ്റെ വാദം ശക്തമായിക്കൊണ്ടിരിക്കുന്ന അവസരമായിരുന്നു. അതുകൊണ്ട് മഹാരാഷ്ട്രക്കാർക്ക് ജോലിക്ക് മുൻഗണന എന്നുള്ള ആശയം കാഴ്ചകൊണ്ട് ശിവസേനയുടെ ഒരു ഭാഗമായ ലോകാധികാരി സംഘടന രംഗത്ത് വരികയും എയർ ഇന്ത്യയിലും 90% മറ്റോ ജോലിക്ക് മഹാരാഷ്ട്ര എടുക്കണം എന്നുള്ളൊരു നിബന്ധന ഉണ്ടാകുകയും ചെയ്തിരുന്നു. അങ്ങനെ ബോംബെയിൽ വെച്ചാണ് ഞാൻ നാടകങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ടും എനിക്ക് അവസരമുണ്ടായത്. പല പ്രശസ്ത നാടകങ്ങളും അവിടെ ഷൺമുഖ ഹാളിലും മറ്റും അവതരിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. കാതികൻ വി സാംബശിവൻ്റെ 20-ാം നൂറ്റാണ്ട്, ഒഥല്ലോ തുടങ്ങിയ കഥാപ്രസംഗങ്ങളും എനിക്ക് അവിടെ വെച്ച് കാണാനായിട്ട് അവസരങ്ങളുണ്ടായിരുന്നു. നാടകങ്ങളെക്കുറിച്ച് പഠിക്കാൻ അത് നല്ല ഒരു അവസരമായിരുന്നുകൊണ്ട് പൊതുവെ എനിക്ക് നാടകത്തോട് ആഭിമുഖ്യം തോന്നുകയുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് അവിടുത്തെ മാസികകളിലൊക്കെ ഞാൻ എഴുതുകയുണ്ടായിരുന്നു. വിശാല കേരളം 70 കൊല്ലം 75 കൊല്ലമായിട്ടുണ്ട്. അതിൽ ഞാൻ സാധാരണയായിട്ട് എഴുതിക്കൊണ്ടിരുന്നു. പിന്നെ കൈരളി സുധ എന്നൊരു മാസിക മദ്രാസിൽ നിന്ന് ഇറങ്ങിയിരുന്നു, അതിലും ഞാൻ എഴുതിയിരുന്നു. പിന്നെ മാതൃഭൂമിയിലും വാരാന്ത്യ പതിവിൽ 1-2 ലേഖനങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് വരികയുണ്ടായി. അതിൽ ഒരു ലേഖനം അല്പം സെൻസിറ്റീവ് ആയിരുന്നുകൊണ്ടാണ് എനിക്ക് എൻ്റെ മേലുദ്യോഗസ്ഥനായിട്ടുള്ള ഒരു മലയാളി തന്നെ എനിക്ക് ഒരു ലവ് ലെറ്റർ വന്നു. ഞങ്ങൾ ഏവിയേഷനെ കുറിച്ച് ഉള്ള വിവരങ്ങൾ നിങ്ങൾക്ക്, സ്വകാര്യ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ലേഖനം എഴുതിയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിനി എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞുള്ള ശാസന താക്കീത് എനിക്ക് അദ്ദേഹം തരികയുണ്ടായി. അപ്പോൾ വിശദീകരണം ചോദിച്ച് എനിക്ക് അതിന് മറുപടി കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, സാറേ, ഞാൻ ഒരു പ്രശസ്ത ദിനപത്രത്തിൽ മാതൃഭൂമിയിൽ ഒരു ലേഖനം എഴുതിയതിന് എന്നെ അഭിനന്ദിക്കല്ലേ സാറ് ചെയ്യേണ്ടിയിരുന്നത്, അതിന് പകരം സാറിനെ നിരുത്സാഹപ്പെടുത്തുകയാണല്ലോ ചെയ്തത്. അപ്പോൾ അദ്ദേഹം ചിരിച്ചിട്ടുണ്ടോ, ഇറ്റ് ഈസ് എ മൈൽഡ് ലെറ്റർ എന്ന് പറഞ്ഞു അദ്ദേഹം അന്ന്. അപ്പോൾ എഴുതി അങ്ങനെ ലെറ്റർ, ഇത് ശാസന ലെറ്റർ വാങ്ങിച്ചിരുന്ന്
വളരെ പേരുണ്ടെന്ന് പറയാൻ പറ്റില്ല. ആ കാലഘട്ടത്തിൽ എഴുതുന്നതിന് അനുവാദം വാങ്ങിയിരിക്കണം എന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനതൊന്നും അത്ര കാര്യമായില്ല, കാരണം ഞാൻ അത്ര പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനൊന്നും അല്ലല്ലോ. അനുവാദം വാങ്ങിക്കൊണ്ട് എഴുതിയതാണ് ഇവരാണ് ഏകലവ്യൻ, പാറപ്പുറത്ത്, ഇവരൊക്കെ എഴുതിയിരുന്നത് തൂലികാനാമത്തിലായിരുന്നു. ഈ അനുവാദത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 95 വരെ അവിടെ ഞാൻ വിവിധ സംഘടനകളിൽ കേരള സമാജം, ബാംഗ്ലൂർ ബോംബെ കേരള സമാജത്തിലെ ഞാൻ പാട്രണാണ്. അവിടെയുള്ള സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കുകയുണ്ടായിരുന്നു. ആ അവസരത്തിലാണ് ഞാൻ എയർ ഇന്ത്യ ക്വാർട്ടേഴ്സ് താങ്ങി അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു മതിലിനപ്പുറമാണ് ഇന്ത്യൻ എയർലൈൻസ് ജോലി ചെയ്യുന്ന എം.എൻ. പാലൂർ എന്ന കവിയെ കുറിച്ച് അറിയുന്നതും അദ്ദേഹം പല വേദികളിലും ഞങ്ങൾ കവിത അവതരിപ്പിക്കുന്നതും. പാലൂരിൻ്റെ ഒരു പുസ്തകം കലികാലം ആണ് പ്രീ ഡിഗ്രിക്ക് പാഠ്യപുസ്തകം ആയി വന്നതെന്നും ഞാൻ ഓർമ്മിക്കുന്നു. അതിനുശേഷം അദ്ദേഹം തൻ്റെ ജീവചരിത്രമോ മറ്റോ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സഹൃദയനായ അദ്ദേഹം എനിക്ക് എൻ്റെ കവിതകളിൽ തിരുത്തലൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നിർദ്ദേശങ്ങൾ എനിക്ക് നൽകുകയുണ്ടായിരുന്നു അദ്ദേഹം. അത് അനുസരിച്ച് ഞാൻ കവിതകൾ പിന്നീട് എഴുതി കൊണ്ടിരുന്നു. 95 എനിക്ക് ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടുന്നത്. ഞാൻ അവിടെ ബോംബെയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു സർക്കുലർ വരികയുണ്ടായി. 95 തൊട്ട് എയർ ഇന്ത്യയുടെ അന്തർദേശീയ വിമാനങ്ങൾ ലണ്ടൻ, ദുബായ്, ന്യൂയോർക്ക് എന്നീ സ്ഥലങ്ങളിലേക്ക് ഫ്ലൈറ്റ്സ് ഓപ്പറേഷൻ തുടങ്ങുന്നുണ്ടെന്ന് പറയുകയും താല്പര്യമുള്ളവർ അപേക്ഷിക്കുന്ന ഒരു സർക്കുലർ വന്നതിനോളം ഞാൻ അപേക്ഷിച്ചപ്പോഴാണ് എനിക്ക് ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടുന്നത്. ബാംഗ്ലൂരിലെ അന്നത്തെ കാലാവസ്ഥ 95 മറ്റും ഒരുതരം ഊട്ടി ക്ലൈമറ്റായിരുന്നു. ഇന്നത്തെ പോലെ ഉള്ള ഒരു പൊല്യൂഷനൊന്നും അന്നുണ്ടായില്ല. അന്ന് ബാംഗ്ലൂർ അറിയപ്പെട്ടിരുന്നത് ഉദ്യാന നഗരി എന്നായിരുന്നു. എന്നാൽ ഇന്ന് അറിയപ്പെടുന്നത് ക്രൈം സിറ്റി അല്ലെങ്കിൽ മാലിന്യങ്ങളുടെ സിറ്റി എന്നുള്ളതാണ് ഖേദപൂർവ്വം നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. 1983 ആണ് എൻ്റെ ആദ്യ പുസ്തകം സാഹിത്യ സഹകരണ പ്രവർത്തക സംഘം പ്രസിദ്ധീകരിച്ചത്, പെണ്ണുകൊള്ളാം പക്ഷേ. ഈ പുസ്തകത്തിൽ നാട്ടിൻപുറ ജീവിതത്തിലെ നർമ്മ ഭാവനകൾ അടങ്ങിയിട്ടുള്ളതാണ്. വളരെ ശ്രദ്ധിക്കപ്പെട്ടുള്ള ഒരു പുസ്തകമാണിത്. ഇതിൻ്റെ ബ്ലർബിൽ എഴുതിയിട്ടുള്ളത് ഒരു വാചകം ശ്രദ്ധേയമാണ്. സ്വച്ഛമായി ഒഴുകുന്ന നാട്ടുംപുറ ജീവിതത്തിൻ്റെ നിർമ്മല ഭാവങ്ങളിൽ നൂറ്റിയെടുത്ത 10 നർമ്മകഥകളുടെ സമാഹാരമാണ് ശ്രീ വി.ആർ. ഹർഷൻ്റെ പെണ്ണുകൊള്ളാം പക്ഷം എന്ന ഈ കൃതി. അതിനുശേഷം ഞാൻ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് സർക്കാർ കാര്യം പോലെ. 1989 സാഹിത്യ സഹകരണ പ്രവർത്തനത്തിൽ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇതിലും ഹാസ്യ കഥകളാണ് ചേർത്തിട്ടുള്ളത്. വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടുള്ള പുസ്തകമാണ് ഈ 2 ഹാസ്യ രചനകളും. 2 ഹാസ്യ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഞാൻ എഴുതിയ നോവലാണ് എയർ ഹോസ്റ്റസ്. എൻ്റെ എയർ ഇന്ത്യയിലെ എയർപോർട്ടിലെ അനുഭവങ്ങളെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ എഴുതിയ ശ്രദ്ധേയമായ ഒരു നോവലാണ് എയർ ഹോസ്റ്റസ്. എയർ ഹോസ്റ്റസ് എന്ന പേര് ഈ പുസ്തകത്തിന് നൽകാൻ കാരണം ഇതിൽ പ്രധാനമായിട്ടും പ്രതിഫലിച്ചിട്ടുള്ളത് ഒരു എയർ ഹോസ്റ്റസിൻ്റെ ജീവിത അനുഭവങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ളതുകൊണ്ടാണ്. എയർ ഹോസ്റ്റസിൻ്റെ മാത്രമല്ല, എയർപോർട്ട് ജീവനക്കാരുടെയും അനുഭവങ്ങൾ, കസ്റ്റം ഓഫീസേഴ്സ്, പൈലറ്റ്സ്, ജീവനക്കാർ, ഇവരുടെ എല്ലാം ജീവിതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു രചനയാണ് എയർ ഹോസ്റ്റസ്. ഇതിൽ മയക്കുമരുന്ന് കള്ളക്കടത്തിനെക്കുറിച്ച് ഉള്ള ഒരു കാലിക പ്രധാനമായ വിഷയം കൂടി ചേർത്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. വളരെ ശ്രദ്ധിക്കപ്പെട്ടുള്ള ഒരു പുസ്തകമാണ് എയർ ഹോസ്റ്റസ്. നാടകം, കവിത, ഹാസ്യം എന്നിവയടക്കം, നോവൽ എന്നിവയടക്കം 18 പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒരു പുസ്തകം സ്ട്രേഞ്ച് റിയാലിറ്റീസ് ഇംഗ്ലീഷിലാണ്, അതും പ്രഭാത് ബുക്സ് തന്നെയാണ് ഇറക്കിയിട്ടുള്ളത്. ആത്മാവിൻ്റെ തേങ്ങലുകൾ എന്ന പുസ്തകം ഒരു
നാവികൻ്റെ ജീവിത സംഘർഷങ്ങളെക്കുറിച്ചുള്ള ഒരു നോവലാണ്. കടലിനും ആകാശത്തിനും താഴെയുള്ള നാവികരുടെ സംഘർഷം വളരെ കൃത്യമായി പ്രതിപാദിച്ചിട്ടുള്ള ഈ നോവൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഇംപ്രിൻ്റ് ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള നിഴലിൻ്റെ പിറകെ എന്ന ഒരു പ്രേമം പ്രതിപാദ്യ വിഷയമാക്കിയിട്ടുള്ള ഒരു നോവലാണ് ഇംപ്രിൻ്റ് ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇതിൽ ജീവിത സംഘർഷങ്ങൾ, മനുഷ്യൻ്റെ സ്വാർത്ഥ മോഹങ്ങൾ എല്ലാം വ്യക്തമായി പ്രതിഫലിച്ചിട്ടുണ്ട്. വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു പുസ്തകമാണ് ഇത്. പോലീസ് പുരാണം എന്ന എൻ്റെ ഹാസ്യ നോവൽ ഇറക്കിയത് DC ബുക്സാണ്. ഈ പുസ്തകത്തിൽ പോലീസിൻ്റെ സകല വിധത്തിലുള്ള തരികിടകളിലും പ്രതിപാദിച്ചിട്ടുള്ള കാലിക പ്രസക്തമായ കാര്യങ്ങൾ ആക്ഷേപഹാസ്യത്തിലൂടെ അവതരിപ്പിക്കാൻ ഈ പുസ്തകത്തിലൊക്കെ കഴിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ തിരക്കഥ എഴുതി സിനിമയാക്കുന്നതിന് വേണ്ടി സിദ്ദീഖ് ഷമീർ തിരക്കഥ എഴുതി പ്രൊഡ്യൂസറെ കാത്തിരിക്കുകയാണ്. ഇനിയും പ്രൊഡ്യൂസറെ ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഹാസ്യത്തിൻ്റെ നാനാർത്ഥം എന്ന ഒരു പുസ്തകം ആണ് എൻ്റെ ഒരു രചന. ഇതിൽ ധാരാളം ഹാസ്യ നർമ്മ നിമിഷങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. നമ്മുടെ നിത്യ ജീവിതത്തിലെ അനുഭവങ്ങൾ വളരെ പച്ചയായി ഇതിൽ എഴുതി പിടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു രഹസ്യാന്വേഷൻ്റെ ഡയറി കുറിപ്പുകൾ എന്ന ഒരു പുസ്തകം HNC പബ്ലിഷേഴ്സിൻ്റെ പ്രസിദ്ധീകരിക്കുകയുണ്ടായിട്ടുണ്ട്. ഞാൻ രഹസ്യാന്വേഷണ ജോലികൾ നിർവഹിച്ചിരുന്നപ്പോൾ എയർ ഇന്ത്യയുടെ ജോലിക്ക് ശേഷം ഏറ്റെടുത്ത് നടത്തിയിരുന്ന ചില കേസുകളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളെക്കുറിച്ചുള്ള രചന ആണ് ഇതിലുള്ളത്. വളരെയധികം കോപ്പികൾ വിറ്റുപോയിട്ടുള്ള ഒരു പുസ്തകമാണ് ഇത്. സൂര്യതേജസ് എന്ന ഒരു കവിതാ സമാഹാരം എനിക്ക് ഇപ്പോൾ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ജ്ഞാനപീഠം അവാർഡ് നേടിയ അക്കിത്തം നമ്പൂതിരിയാണ് ഈ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതി അനുഗ്രഹിച്ചിട്ടുള്ളത്. ശ്രദ്ധേയമായ പല കവിതകളും ഈ പുസ്തകത്തിലുണ്ട്. ചതുരംഗം എന്ന ഒരു നാടക സമാഹാരം ആണ് എൻ്റെ മറ്റൊരു പുസ്തകം. ഈ പുസ്തകത്തിൽ സാഹിത്യരംഗത്തിലെ കുതികൾ വെട്ടുകൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചതുരംഗത്തിൽ 3 ലഘുനാടകങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചതുരംഗം ബാംഗ്ലൂരിൽ നാടക മത്സരത്തിന് അവതരിപ്പിക്കുകയും അതിന് ഹാസ്യ നടനും ബാലനടനുമുള്ള സമ്മാനങ്ങൾ ലഭിക്കുകയും ഉണ്ടായിട്ടുണ്ട്. ഇത് സംവിധാനം ചെയ്യാനും എഴുതാനും എനിക്ക് അവസരമുണ്ടായത് ഇവിടുത്തെ ചില സുഹൃത്തുക്കളുടെ പിന്തുണ കൊണ്ടാണ് എന്ന കാര്യം കൂടി ഞാൻ ചാരിതാർത്ഥ്യത്തോടുകൂടി ഓർമ്മിക്കുന്നു. ഹാസ്യോപഹാരം എന്ന ഒരു ഹാസ്യ കവിതാ സമാഹാരമാണ് എൻ്റെ അടുത്ത പുസ്തകം. ഇത് ആക്ഷേപഹാസ്യം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കവിതാ സമാഹാരമാണ്. പലതും പ്രസിദ്ധീകരിച്ചതാണ്. ഇതിൻ്റെ അവതാരിക എഴുതുന്നുള്ളത് യേശശരീരനായ ചമ്മനം ചാക്കോയാണ്. രാഷ്ട്രീയ ഹാസ്യ രസായനം കേരള രാഷ്ട്രീയത്തിലെ ചില സരസന്മാരുടെ ഫലിതോക്തികൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഒരു ഹാസ്യ സമാഹാരമാണിത്. ഇതിന് അവതാരിക എഴുതിയിട്ടുള്ള ഡോക്ടർ ആറന്മുള ഹരിഹരപുത്രനാണ്. ആനുകാലിക സംഭവങ്ങൾ ഇതിൽ അടുക്കും ചിട്ടയുമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഞാൻ ഇംഗ്ലീഷിൽ എഴുതി പ്രസിദ്ധീകരിച്ച ചെറുകഥകളുടെ സമാഹാരത്തിൻ്റെ പേരാണ് സ്ട്രേഞ്ച് റിയാലിറ്റീസ്. പ്രഭാത് ബുക്സാണ് ഇത് പ്രസിദ്ധീകരിച്ചതിൻ്റെ അവതാരിക എഴുതിയിട്ടുള്ളത് കവാൽ ജോസഫ് എന്ന ഇൻ്റർനാഷണൽ മാസികയുടെ പത്രാധിപരാണ്. ഇത് രചനകളിൽ പലതും ഇന്ത്യൻ എക്സ്പ്രസ്, ഹെറാൾഡ് തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളവയാണ്. അവൾ, അവർ, പിന്നെ ഞാനും എന്ന ബോംബെ പശ്ചാത്തലമാക്കിയിട്ടുള്ള ഒരു നോവൽ ആണ് അവർ, അവൾ, പിന്നെ ഞാനും. ജീവിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു മലയാളി നേഴ്സിൻ്റെ ജീവിതത്തിലെ അഗ്നിപരീക്ഷണങ്ങളെക്കുറിച്ചുള്ള ഒരു രചനയാണ് ഇത്. വളരെ വായന അനുഭവം പകരുന്ന ഒരു പുസ്തകമാണ് ഇത്. അതേസമയം ജീവിതത്തിലെ സ്വാർത്ഥമോഹങ്ങളെക്കുറിച്ചും ഇതിൽ വളരെ ചടുലതയോടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നിട്ട വാർത്തകൾ എന്ന ഒരു അനുഭവക്കുറിപ്പ്
ഞാൻ പ്രസിദ്ധീകരിക്കുകയുണ്ടായിട്ടുണ്ട്. എൻ്റെ സർവീസ് ജീവിതത്തിലെയും ബാല്യകാലത്തിലെയും ചില അനുഭവങ്ങൾ വിവരിച്ചിട്ടുള്ള ഒന്നാണ് ഈ പുസ്തകം. ഇതിലെ ചില രചനകൾ ഹാസ്യ, കൈരളി, മംഗളം തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിൽ ചേർത്തിട്ടുള്ളവയാണ്. ഇതും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. ബാംഗ്ലൂരിലെ കലാ-സാംസ്കാരിക രംഗത്ത് സംഘടനകൾക്കുള്ള പങ്കിനെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? എൻ്റെ ബോംബെയിലെയും ബാംഗ്ലൂരിലെയും ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാഹിത്യത്തിൽ, സിനിമയിലും സ്പോർട്സിലും ഉയരണമെങ്കിൽ, പുരസ്കാരങ്ങൾ ലഭിക്കണമെങ്കിൽ ആരെങ്കിലും കൈപിടിച്ചുയർത്താൻ വേണം എന്ന അത് ഒരു സത്യം മാത്രമാണ്. സാഹിത്യ രംഗത്തെ ബാംഗ്ലൂരിലെ അനുഭവം പറയുകയാണെങ്കിൽ ഇവിടെ പല എഴുത്തുകാരും ഉണ്ട്. അതിൽ ചിലരെല്ലാം തർജ്ജമക്കാരാണ്. ശ്രദ്ധേയമായ പുസ്തകങ്ങൾ എഴുതിയവർ ഏറെ ബാംഗ്ലൂരുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ സംഘടനകളിൽ ഓണത്തിന് ഓണം പരിപാടിക്ക് നാട്ടിൽ നിന്ന് ലക്ഷങ്ങൾ മുടക്കി താരങ്ങളെ, ഗാനമേളക്കാരെ, മിമിക്രിക്കാരെ കൊണ്ടുവരാറുണ്ട്. പക്ഷേ ഇവിടെ ബാംഗ്ലൂരിലുള്ള കലാകാരന്മാരുടെ അവസരങ്ങൾ നിഷേധിച്ചുകൊണ്ടാണ് ഇത്തരം കെട്ടുകാഴ്ചകൾ നടത്തുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇവിടെയുള്ള കഴിവുള്ള പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഇവിടുത്തെ സംഘടനകൾ പൊതുവെ മുന്നോട്ട് വരുന്നില്ല. വരേണ്ടതാണ് എന്നതാണ് എനിക്ക് പറയാനുള്ള ഒരു പ്രത്യേക പോയിൻ്റ്. സംഘടനകൾ പലതും വടവൃക്ഷങ്ങളാണ്. ബാംഗ്ലൂർ കേരള സമാജം, നോർത്ത് വെസ്റ്റ് തുടങ്ങിയ സംഘടനകൾ വലിയ പരിപാടികൾ നടത്താറുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ ചിലവ് അതിനു വേണ്ടിയിട്ട് അവർ നിർവഹിക്കാറുണ്ട്. പക്ഷേ ഇവിടെയുള്ള കലാകാരന്മാരെ അവഗണിക്കപ്പെടുമ്പോൾ മുറ്റത്തെ മുല്ലയ്ക്ക് മണം ഇല്ല എന്ന അവസ്ഥയിലാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരേണ്ടതാണ്. ഇവിടെയുള്ള മലയാളികൾ വർഷങ്ങളായി ജോലി ചെയ്ത ശേഷം ഇവിടെ തന്നെ വേരോടുന്നുണ്ട്. അതായത് മലയാളിക്ക് എവിടെ ചെന്നാലും മറ്റു മണ്ണിലും വേരോടാനുള്ള കഴിവ് സ്വതസിദ്ധമായി ഉണ്ട്. പക്ഷേ ഒരു കാര്യം ഓർമ്മിക്കേണ്ടതുണ്ട്. നമ്മൾ കേരളം വിട്ട് പുറത്ത് എവിടെ പോയാലും സെക്കൻഡ് ക്ലാസ് സിറ്റിസണാണ്. ആ ചിന്ത നമുക്ക് എന്നും ഉണ്ടാകേണ്ടതാണ്. മലയാളികളെന്ന നിലയിൽ അവർ എവിടെ ചെന്ന് വേരോടിയാലും അവരുടെ സംസ്കാരത്തെ, ഭാഷയെ, സംസ്കൃതിയെ കൈവിടരുത് എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. മലയാളം മിഷനുകൾ മലയാളം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും നിർബന്ധിച്ചും അല്ലാതെയും പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അവർക്ക് മലയാളത്തിൽ വേണ്ടത്ര ഗ്രാഹ്യം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഓണം, വിഷു തുടങ്ങിയ ആഘോഷങ്ങളെക്കുറിച്ചും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ഗതികേടാണ് ഇവിടുത്തെ മാതാപിതാക്കൾക്ക് ഉള്ളത്. മലയാളം മിഷനുകൾ പഠിപ്പിക്കുന്ന, മലയാളം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ അവരുടെ മാതാപിതാക്കന്മാരോട് ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്, വൈ ഷുഡ് വി ലേൺ മലയാളം? മാതാപിതാക്കൾ തികച്ചും ഒരു കൺവിൻസിംഗ് ആയിട്ടുള്ള ആൻസർ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. മലയാളം നമ്മുടെ ഭാഷയാണ്, നമ്മുടെ സംസ്കാരമാണ്, നമ്മുടെ വേര് കേരളത്തിലാണ്. അതുകൊണ്ട് നമ്മളത് പഠിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എവിടെയായാലും. ഇതാണ് മലയാളം മിഷനിലെ കുട്ടികളെ പറഞ്ഞ് അധ്യാപകന്മാരും അവിടുത്തെ രക്ഷിതാക്കളും പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക പോയിന്റ്. ബാംഗ്ലൂരിലെ മലയാളി സമൂഹത്തോട് താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? എൻ്റെ അനുഭവത്തിൽ ബാംഗ്ലൂരിലായാലും ബോംബെയിലായാലും മലയാളി സംഘടനകളുടെ തലപ്പത്ത് ഉള്ളവർ ബിസിനസ്സുകാരാണ്. അതായത് സാമ്പത്തിക ശേഷിയുള്ളവരാണ്. അതില്ലെങ്കിൽ ഒരു സംഘടനയും മുന്നോട്ട് പോകില്ലല്ലോ. പക്ഷേ ഈ തലപ്പത്തുള്ളവർക്ക് സാഹിത്യത്തോട് വളരെ അവജ്ഞയാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവ് പരിമിതമാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവർ തികച്ചും സംഘടനയുടെ ധനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് സാഹിത്യ മൂല്യങ്ങളെക്കുറിച്ചോ സാഹിത്യത്തെക്കുറിച്ചോ ചിന്തിക്കാൻ അവർക്ക് സമയമില്ല. പക്ഷേ സംഘടനകൾ പുരോഗമിക്കാൻ അവരുടെ ധനശേഷി പ്രാപ്തമാണ്. എവിടെയും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരു കാര്യം ഉണ്ട്, വലിയ വടവൃക്ഷങ്ങൾ പോലുള്ള സംഘടനകൾ ഇവിടെ ഉണ്ടെങ്കിലും
അവർ ചെറിയ സംഘടനകൾ, ഹാസ്യവേദി, യുണൈറ്റഡ് റൈറ്റേഴ്സ് ഫോറം തുടങ്ങിയ സംഘടനകൾ 2 മാസത്തിലൊരിക്കലോ മറ്റോ നടത്തിയിരുന്ന സാഹിത്യ പ്രവർത്തനങ്ങൾ, പുസ്തക ചർച്ചകൾ, കവിത മത്സരങ്ങൾ ഇവയെല്ലാം ചെയ്യാറില്ല. കൊല്ലത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ഓണത്തിന് ഒരു വമ്പൻ പരിപാടി നാട്ടിൽ നിന്ന് പ്രശസ്തരായ ഗായകരെയോ മിമിക്രിക്കാരെയോ താരങ്ങളെയോ കൊണ്ടുവന്ന് അവരുടെ പരിപാടി അതോടെ അവസാനിപ്പിക്കുന്നു. ഇത്രയും പറയുമ്പോൾ ചെറിയ സംഘടനകൾ ചെയ്യുന്ന കാര്യം വളരെ പ്രസക്തമാണ് എന്നുകൂടി ഓർമ്മിക്കേണ്ടതുണ്ട് നമ്മൾ. ഇത്രയുമാണ് മറുനാടൻ സാംസ്കാരിക സംഘടനകൾ ചെയ്യുന്നത്. എനിക്ക് എൻ്റെ പ്രവാസി ജീവിതത്തിനുള്ളിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബോംബെയിലെയും ബാംഗ്ലൂരിലെയും സംഘടനകൾ ചെയ്യുന്ന നന്മ നിറഞ്ഞ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. കേരളത്തിൽ പ്രളയമുണ്ടായപ്പോഴും സുനാമി ഉണ്ടായപ്പോഴും ദുരിതാശ്വാസ നിധിയിലേക്ക് നല്ലൊരു സംഖ്യ ആഹാരപദാർത്ഥങ്ങൾ, മരുന്നുകൾ ഇവയൊക്കെ എത്തിച്ചു കൊടുക്കാനായിട്ട് ഈ സംഘടനകൾ മുതിർന്നിട്ടുള്ളത് എന്നുള്ളത് വളരെ ചാരിതാർത്ഥജനകമായിട്ടുള്ള നന്മ നിറഞ്ഞ ഒരു സംഗതിയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇനിയും ഇത്രയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സംഘടനകൾ പ്രവർത്തിക്കട്ടെ എന്നാശംസിക്കുന്നു. ബാംഗ്ലൂർ ജീവിതത്തിനിടയിൽ എനിക്ക് സർഗജാലകം എന്നൊരു സാംസ്കാരിക മാസിക പ്രസിദ്ധീകരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇത് പ്രസിദ്ധീകരിക്കുന്നതിന് എനിക്ക് പ്രേരണയായിട്ടുള്ളത് ബോംബെയിൽ എൻ്റെ സുഹൃത്തായിരുന്ന പവിത്രൻ കണ്ണപുരം, ബാംഗ്ലൂരിലെ യശസ്വരനായ മോഹനൻ PV തുടങ്ങിയ വ്യക്തികളാണ്. 5 വർഷത്തോളം ഈ മാസിക ഞാൻ ഒറ്റയ്ക്ക് നടത്തുകയുണ്ടായി. കൊറോണയ്ക്ക് ശേഷം തുടരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് അതിന് വിരാമമിടുകയാണ് ഉണ്ടായത്.